അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ ചക്കക്കുരു വറുത്തത് വെച്ചിട്ട് ഒരു അടിപൊളി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു അരക്കപ്പ് പാല്, പിന്നെ ഒരു ബൗൾ പഞ്ചസാര, ഒരു 6 സ്പൂണ് പഞ്ചസാര, പിന്നെ കുറച്ച് ചക്കക്കുരു വറുത്തത്. ഇത് നമുക്കൊന്ന് ഇത് ചോപ്പറിലിട്ടൊന്ന് അടിച്ചെടുക്കണം, പൊടിക്കരുത്. പിന്നെ നമുക്ക് ഇത് 2 ഡയറി മിൽക്ക്, പിന്നെ പാൽപ്പൊടി ഒരു 1.5 സ്പൂണ്, കൊക്കോ പൗഡർ ഒരു 3 സ്പൂണ് സാധനങ്ങൾ, പിന്നെ ഡാർക്ക് കോമ്പൗണ്ട് ഒരു 2 പീസ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇതൊന്ന് കരാമലൈസ് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ കരാമലൈസ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. നമുക്ക് ചക്കക്കുരു ഒന്ന് പൊടിച്ചു വരാം. അപ്പം നമ്മൾ ചക്കക്കുരു ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തുടങ്ങേണ്ടത് ഒരു സ്പൂൺ പഞ്ചസാര ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് കരാമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണിക്കാം. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഒരുവിധം ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഇതിലോട്ട് ആഡ് ചെയ്യണം. നമുക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിലേക്ക് പാലും, ഈ അരക്കപ്പ് പാല്, അതുപോലെ പാൽപ്പൊടി, പിന്നെ നമ്മൾ എടുത്ത് വെച്ചുള്ള പഞ്ചസാര, ഇത് കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കട്ടുടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കരാമലൈസാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് നന്നായി എടുത്ത് വെച്ചിട്ടുള്ള ഡാർക്ക് കോമ്പൗണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കും. നല്ല പോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമുക്കിനി ചോക്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അതിനോടൊപ്പം നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഡയറി മിൽക്കിൻ്റെ ഒരു 2 പീസ് നമുക്ക് ഇതിലോട്ട് 2 ചോക്ലേറ്റ് ചേർത്ത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ക്രീം പരുവത്തിലായിട്ട് വരുന്ന വരെ നമ്മൾ ഇതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ സ്പൂൺ കൊണ്ട് ഒരു 3 സ്പൂണ് നെയ്യാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ചക്കക്കുരു പൊടിച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1.5 കപ്പ് നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 1 കപ്പാണ് നമ്മൾ ആദ്യം എടുത്തത്. പിന്നെ വീണ്ടും ഒരു 3 സ്പൂണും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1.5 കപ്പ് പഞ്ചസാര ചോക്ലേറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മളെ ചോക്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അങ്ങനെ അടിയിൽ നമുക്ക് വിട്ട് പോരണം. നമ്മൾ അലുവൊക്കെ വരുമ്പോൾ അന്ന പോലെ ഇട്ട് പോരണം. അപ്പോഴാണ് ശരിക്ക് വെള്ളം വറ്റി ഇട്ടുള്ള. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ. വെറും പാൽപ്പൊടി മാത്രം എടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് ചെയ്യും. അതിനേക്കാളും ടേസ്റ്റ് പാല് കൂട്ടി ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ പാലും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ കുറച്ച് ടൈം പിടിക്കും, പക്ഷേ ടേസ്റ്റ് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ചക്കക്കുരു ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മോൾഡിലും ഒരു ട്രേയിലും എടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്തിരി നെയ്യ് തടവിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇതിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മളെ ചോക്ലേറ്റ് എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ രൂപത്തിലും നമുക്ക് ചക്കക്കുരു കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക്
കാണിച്ചു തരാം. ഒന്ന് ഫ്രീസറിൽ വെക്കണം, ഒരു 5-6 മണിക്കൂർ ഫ്രീസ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ചക്ക കൊണ്ട് അലുവ ഉണ്ടാക്കിയത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം.